പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് മിസ്റ്റർ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാരിൻ്റെ ഒന്നിനു പിറകെ ഒന്നായുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയിൽ നിന്നുള്ള നടപടികളെ സംബന്ധിച്ചാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള മുൻ ഇടതുപക്ഷ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഫെഡറലിസം നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിച്ചു പോകുന്ന എല്ലാ പരിപാടികളും എല്ലാ നടപടികളും നടപ്പാക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ UDF സർക്കാർ. ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ ഒരു അമുസ്ലിം പ്രതിനിധിയെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ തലത്തിൽ ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ സംഭാവനയായി നൽകുന്ന വഖഫായി സമർപ്പിക്കുന്ന സ്വത്ത് സംരക്ഷിക്കാനും നോക്കി നടത്താനുമൊക്കെ രൂപീകരിച്ച വഖഫ് ബോർഡിൽ ആ മതത്തിൻ്റെ പ്രതിനിധികൾക്ക് പുറത്ത് അമുസ്ലിങ്ങളായ പ്രത്യേകിച്ച് ഹിന്ദുക്കളായ ഒരു പ്രതിനിധിയെ ഉൾക്കൊള്ളിക്കണം എന്ന എമൻമെൻറ്റ് RSS അജണ്ടയിൽ നിന്ന് മുസ്ലിം മതത്തിൻ്റെ ആരാധനയ്ക്കും വിശ്വാസ സംബന്ധിയായ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റമാണ്. ഈ നിലപാടാണ് ദേശീയ തലത്തിൽ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയോട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ഇടതുപക്ഷവുമൊക്കെ സ്വീകരിച്ചത്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ വഖഫ് ബോർഡ് നിയമനത്തിൽ വഖഫ് ബോർഡ് അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമത്തിലെ 14-ാം ആർട്ടിക്കിളിൻ്റെ എമൻമെൻ്റ് അനുസരിച്ചുള്ള വ്യവസ്ഥ അംഗീകരിക്കാൻ പാടില്ലെന്ന നിലപാട് സ്വീകരിച്ചത്. ഇതിനെതിരായിട്ടാണ് BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള മിസ്റ്റർ ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചത്. കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ VD സതീശൻ സർക്കാരിന് വേണ്ടി ഹാജരായ സർക്കാർ അഭിഭാഷകൻ യാതൊരു മടിയുമില്ലാതെ ഞങ്ങൾ പരാതിക്കാരൻ്റെ വാദം അംഗീകരിക്കാമെന്നും ബോർഡിൽ ഒരു അമുസ്ലിം പ്രതിനിധിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുനഃസംഘടന നടത്താമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും നിയമ സംവിധാനങ്ങൾക്കും എതിരായി BJP അവരുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണിത്. ഈ ഭേദഗതി രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് സംരക്ഷിക്കാനും നോക്കി നടത്താനുമുള്ള അവകാശം ആ മതത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ്. മറ്റൊരു മതത്തിലെ പ്രതിനിധിയെ അതിൻ്റെ ഭരണസമിതിയിലേക്ക് നിയോഗിക്കുന്നത്, ഉൾക്കൊള്ളിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ സെക്കുലർ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്ന് പറയാനുള്ള, കോടതിയെ അറിയിക്കാനുള്ള ബാധ്യത VD സതീശൻ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ സർക്കാർ അഭിഭാഷകൻ കാണിച്ചില്ല. ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതാവ് ഷോൺ ജോർജ് ഈ നടപടിക്ക് തങ്ങൾക്ക് വഴങ്ങിത്തന്ന, തങ്ങളുടെ ഇംഗിതമനുസരിച്ച് കോടതിയിൽ നിലപാട് സ്വീകരിച്ച UDF സർക്കാരിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ എന്താണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത്? എന്താണ് UDFനെ അധികാരത്തിലെത്തിക്കാൻ ഈ VD സതീശൻ പരിവേഷം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഫണ്ടമെൻ്റലിസവും വർഗീയതയൊക്കെ പ്രചരിപ്പിക്കുന്ന മതസംഘടനകൾക്ക് പറയാനുള്ളത്? ഈ കാര്യം കേൾക്കാൻ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. അവരവരുടെ നിലപാട് വ്യക്തമാക്കണം. വഖഫ് ബോർഡിൽ BJPയുടെ ഇംഗിതമനുസരിച്ച് അതിനെ പുനഃസംഘടിപ്പിക്കാമെന്ന് കോടതിയിൽ പറഞ്ഞ VD സതീശൻ സർക്കാരിൻ്റെ അഭിഭാഷകൻ ഈ സർക്കാരിൻ്റെ നയത്തെയാണ് കോടതിയിൽ അറിയിച്ചത്. കേന്ദ്ര സർക്കാരുമായ ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിനും താൻ ഇല്ലെന്നാണ് ഒരു മടിയുമില്ലാതെ VD സതീശൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്?
RSS ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി കൂടിച്ചേരുന്നു, സംസാരിക്കുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കുന്ന PM നിയാസിന് മുഖ്യമന്ത്രിയെ കാണാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് അവസരം കൊടുക്കുന്നില്ല, അനുമതി കൊടുക്കുന്നില്ല. PM നിയാസിനെ കാണാൻ സമയമില്ലാത്ത മുഖ്യമന്ത്രിക്ക് ഒരു പ്രയാസവുമില്ല ആരെ കാണാൻ? ഹിന്ദു ഐക്യവേദി നേതാക്കളെ കാണാൻ. സന്തോഷപൂർവ്വം അവരെ സ്വീകരിക്കുന്നു, അവരുടെ നിവേദനം സ്വീകരിക്കുന്നു. ഇതൊക്കെ ഇടതുപക്ഷത്തിനും പിണറായി വിജയനുമെതിരായിട്ട് RSS ബാന്ധവം ആരോപിച്ച, BJP ബാന്ധവം ആരോപിച്ച ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ച സംഘടനകൾ, അതിൻ്റെ പ്രചാരകന്മാരായ നേതാക്കൾ കാണുന്നുണ്ടോ എന്നുള്ള പ്രശ്നം കേരളീയ സമൂഹം ചോദിക്കുന്നുണ്ട് അവരോട്. അവരതിനൊക്കെ വിശദീകരണം തരാൻ ബാധ്യസ്ഥമാണ്. ഇപ്പോഴെന്താണ് PM ശ്രീ ഇടതുപക്ഷത്തിനെതിരായി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചരിപ്പിച്ച എന്താണ്? PM ശ്രീ നടപ്പാക്കി വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കും. PM ശ്രീ അറബിക്കടലിലാണെന്നൊക്കെ തെരുവുകോരങ്ങളിൽ വലിയ രീതിയിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചു. പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ ഇടതുപക്ഷം റദ്ദ് ചെയ്ത, ഫ്രീസ് ചെയ്ത PMC യുമായി ബന്ധപ്പെട്ട MOU കുത്തിപ്പൊക്കിയെടുത്തു. PMC നടപ്പാക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവർണറുടെ ഇംഗിതമനുസരിച്ച് സെനറ്റുകളിലും സിൻഡിക്കേറ്റുകളിലും RSSകാരെ കടത്തിക്കൊണ്ടുവരുന്നു. ഗവർണറുടെ അഭീഷ്ടങ്ങളുമായി ഒരു തരത്തിലും വിയോജിക്കാനോ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനോ VD സതീശൻ സർക്കാർ തയ്യാറല്ല. ഈ സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി മിസ്റ്റർ B അശോക് IAS എന്ന് പറയുന്നത് അറിയപ്പെടുന്ന സംഘീയ നിലപാടുള്ള ആളാണ്. ഗോവധ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പരസ്യമായി ഒരു IAS ഓഫീസറായിരുന്നിട്ടും അദ്ദേഹം ഹിന്ദുത്വത്തിൻ്റെ നിലപാട് പരസ്യമായി എഴുതിയ ആളാണ്, പത്രങ്ങളിൽ ലേഖനം എഴുതിയ ആളാണ്. അദ്ദേഹമാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ആ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ഗവർണർ RSSൻ്റെ അജണ്ടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ ജ്യോതിഷം ഉൾപ്പെടെ പഠിപ്പിക്കണം, ഗവേഷണ വിഷയമായി അനുവദിക്കണം എന്ന തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? RSSൻ്റെ ചരിത്രവിരുദ്ധവും യുക്തിരഹിതവുമായ അസംബന്ധങ്ങൾ ശാസ്ത്രമായും ചരിത്രമായുമൊക്കെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയായി, പാഠഭാഗങ്ങളായി മാറുകയാണ്. ഇതിനോടൊക്കെ VD സതീശൻ സർക്കാരിൻ്റെ നിലപാട് എന്താണ്? സർക്കാർ അഭിഭാഷകരെ നിയമിക്കുമ്പം പാനലിൽ പക്ക സംഖ്യ വരികയാണ്, RSSൻ്റെ നേതാക്കൾ വരികയാണ്. തൃശ്ശൂർ ലോ കോളേജിൽ ഞങ്ങളോടൊപ്പം പഠിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം AVP-കാരനായിരുന്നു, RSSകാരനായിരുന്നു എന്ന് തൃശ്ശൂർ ലോ കോളേജിലെ അക്കാലത്തെ KSU നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയാം. അപ്പോൾ അതിനെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് സംഖ്യയെ ഈ സർക്കാരിൻ്റെ, ആ ഒരു RSSകാരനായ അഭിഭാഷകനെ ഈ സർക്കാരിൻ്റെ അഭിഭാഷകനായി നിയമിക്കുന്നതിൽ ഒരു മടിയും VD സതീശൻ സർക്കാരിനില്ല. എല്ലാ രംഗങ്ങളിലും, എല്ലാ ഭരണ നടപടികളിലും സംഘികളുടെ RSSൻ്റെ അജണ്ടക്കാവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഡീൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം എത്തപ്പെട്ട ഒരു ചരിത്രസന്ധി എന്ന് പറയുന്നത് ഹിന്ദുത്വം ദേശീയാധികാരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭരണഘടന ഇല്ലാതാക്കുന്നു, ഭരണഘടനയുടെ ജനാധിപത്യ സെക്കുലർ തത്വങ്ങളെയും ഫെഡറലിസത്തെയും കടിച്ചുകീറുന്നു. ഇതിനെല്ലാം എതിരായിട്ട് അതിശക്തമായ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ്, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിലെ സർക്കാർ, UDF സർക്കാർ, BJPയുടെ RSSൻ്റെ അജണ്ട UDF ഭരണത്തെ ഉപയോഗിച്ച് ഓരോന്നായി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും എല്ലാം തിരിച്ചറിയുകയും ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരികയും വേണം.